നമുക്ക് ഷോൾഡർ ഭാഗം നമുക്കൊരു ടോപ്പ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ലൈനിങ് ബ്ലൗസ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ചുരിദാർ തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രോക്ക് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഷോൾഡർ ഭാഗം ഒളിച്ചിട്ട് തയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഷോൾഡർ ഭാഗം പിന്നെ 2 തയ്യൽ തുമ്പുകളും അകത്തോട്ട് വന്ന് ഈ തോൾ ഭാഗത്ത് വന്ന് കൊണ്ട് കയറൽ ചിലർക്കൊക്കെ വല്ലാണ്ട് അലട്ടുന്ന കാര്യങ്ങളാണ് ഈ ഷോൾഡർ ഭാഗം കൊണ്ട് കയറൽ. അപ്പോൾ ആ ഷോൾഡർ ഭാഗം കൊണ്ട് കയറാണ്ട് എങ്ങനെ അകത്തിട്ട് തയ്ക്കുക എന്നാണ്, അകത്തിട്ട് ഒളിച്ചിട്ട് ലൈനിങ്ങിൻ്റെ ഇടയിൽ ഇട്ട് ഒളിച്ചിട്ട് തയ്ക്കൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ഫ്രണ്ട് കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടി പതിച്ചടിച്ച് കറക്റ്റായിട്ട് വെട്ടി തയ്ച്ച് പതിച്ചടിക്കണം. പതിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, തിരിച്ചിട്ട് ദാണ്ട ഈ ചെയ്യുന്ന പോലെ പതിച്ച് അടിക്കുക. പതിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ പോയിൻറ്റുകളൊക്കെ നല്ല കറക്റ്റാക്കി വെച്ച് പതിച്ചടിക്കണം. പതിച്ചടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് കഴുത്തുണ്ടല്ലോ, ബാക്ക് കഴുത്തെടുത്ത് അത് റൗണ്ടാണെങ്കിൽ റൗണ്ട്, ചതുരമാണെങ്കിൽ ചതുരം, ഏത് നെക്കാണോ ഓരോരുത്തരും കസ്റ്റമറുടെ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള നെക്ക് ഏതാണ് അത് നമ്മൾ പിന്നെ വെട്ടി തയ്ക്കുക. അതുകൊണ്ട് ഇതേപോലെ തച്ച്, ഞാനിപ്പോൾ ഇത് റൗണ്ടാണ്, തച്ച് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ വെട്ടിക്കളയുക. എന്നിട്ട് അത് തിരിച്ചിടുന്നതിന് മുന്നേ, നമ്മൾ മറ്റേത് പതിച്ചടിക്കാൻ തിരിച്ചിട്ടല്ലോ, തിരിച്ചിടുന്നതിന് മുന്നേ ഈ ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ്ങിൻ്റെ അകത്ത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ്റെ തോൾ ഭാഗം തമ്മിൽ ഷോൾഡർ കണ്ടല്ലോ, ഇതേപോലെ എടുത്ത് ഒളിച്ച് വെച്ചിട്ട് തയ്ക്കുക. ചേർത്ത് വെച്ച് നാല് ഭാഗവും 4 പീസുകളും, അതായത് ലൈനിങ് പീസും 2 നല്ല പീസുകളും വെച്ച് ജോയിൻ ചെയ്ത് തയ്ച്ച് ഒന്നും കൂടെ ബലമിപ്പിച്ച് തയ്ച്ച് മറിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഷോൾഡർ ഭാഗം കണ്ടോ, അകമായാലും പുറമായാലും കൊണ്ടും കയറിയില്ല, നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. ഇതാണ് ഒളിച്ചിടുക എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മൾ പതിച്ചടിക്കുന്നത്. ഒളിച്ചിട്ട് ഷോൾഡർ ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ബാക്ക് കഴുത്തിൻ്റെ മണ്ടയിൽ പതിച്ചടിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും.